ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം റബ്ബർ തോട്ടത്തിലെ കൊക്കോ കൃഷിയെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ അകലക്കുന്നം വില്ലേജിലെ പാതുവ എന്ന പ്രദേശത്ത് കണിയാപറമ്പിൽ ജോസഫിയേട്ടൻ്റെ വീട്ടിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ സൈഡും അതുപോലെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ പലതരം ഫലവൃക്ഷങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. പ്രധാനമായും ജാതിമരങ്ങളാണ് വീടിനടുത്തായി കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ റോസ് ആപ്പിൾ, അവക്കാഡോ, സപ്പോട്ട, മാംഗോ ട്രീ തന്നെ 10 വെറൈറ്റിയോളമുണ്ട്. മാംഗോസിനുണ്ട്, ചൈനീസ് ഓറഞ്ച്, ഗുവ, മിറാക്കിൾ ഫ്രൂട്ട്, റംബുട്ടാൻ, ഫിലോസാൻ, ലോലോലിക്ക, അങ്ങനെ ധാരാളം ഫലവൃക്ഷങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികൾ നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിലേറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് പെറ്റൂണിയയുടെ പൂക്കളാണ്. മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് പൂത്തൊലഞ്ഞു കിടക്കുന്ന മനോഹരമായ ചെടികൾ. മരങ്ങളൊക്കെ നല്ല വെൽ അറേഞ്ച്ഡാണ് ഇവിടെ. നീണ്ട വർഷത്തെ ജർമ്മനി വാസത്തിന് ശേഷം ഒരു കർഷകനായി തന്നെ കേരളത്തിൽ വന്ന് താമസിക്കുന്നതാണ് നമ്മുടെ ജോസഫിയേട്ടൻ. അദ്ദേഹത്തിന് കൃഷിയെക്കുറിച്ച് പറയാനാണ് കൂടുതൽ താല്പര്യവും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ വളരെ സൗഹാർദ്ദമായ ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എനിക്ക് 5 ഏക്കർ സ്ഥലത്ത് റബ്ബർ കൃഷിയുണ്ട്. അത് ഒരു തോട്ടം വെട്ടാൻ തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. ഒരു തോട്ടം ഒരു 10-12-14 വർഷമായി വെട്ടാൻ തുടങ്ങിയിട്ട്. അവിടെ ഈ റബ്ബറിന് ആദായം കുറഞ്ഞപ്പോൾ ഒരു ഇടക്കൃഷി എന്നുള്ള നിലയിൽ ഞാൻ കൊക്കോ ഒന്ന് പരീക്ഷിച്ചാണ്. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു. പക്ഷേ ഇടയ്ക്ക് ഇതിന് ഈ പൊടിക്കുമ്പോഴുള്ള ശല്യം ഉണ്ടായി. അത് പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. അതിന് സൾഫർ അടിച്ചാണ് അത് പരിഹരിക്കേണ്ടത്. അത് പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കൊക്കോ നന്നായിട്ട് വരുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇതിൻ്റെ നല്ല രീതിയിൽ ആദായം കിട്ടും. കടുത്ത വേനലിൽ ഇതിൻ്റെ പൂവ് ഒത്തിരി കരിഞ്ഞു പോകും, പൂവും ചെറുതും. അതുപോലെ കടുത്ത മഴക്കാലത്തും ഇതിൻ്റെ പൂവ് നഷ്ടപ്പെട്ടു പോകും. എങ്കിൽ പോലും നമുക്ക് താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ആദായം കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ 2 വർഷം ഈ പൊടിക്കുമ്പോഴുള്ള കേടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ ആദായം കിട്ടേണ്ടതായിരുന്നു. ഇപ്പോൾ എത്ര മൂട് കൊക്കോ ഉണ്ട്? എനിക്കിപ്പോൾ ഏതാണ്ട് ഒരു 900 മൂടെങ്കിലും കാണും. 1000 മൂട ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. എന്തുമാത്രം ആദായം കിട്ടുന്നുണ്ട്? ആദായം എനിക്ക് 2023 കണക്കിന് 1,85,000 രൂപ കിട്ടി. 24 ഇതുവരെ ഞാൻ വിറ്റത് 2 ലക്ഷം രൂപയുടെ വിറ്റു. അപ്പം റബ്ബർ കൃഷി ചെയ്തതിൻ്റെ ഇടയ്ക്ക് കൊക്കോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ്? കുഴപ്പമില്ല. പിന്നെ എന്ത് അകലത്തിലാണ് റബ്ബർ വെച്ചിരിക്കുന്നത്? അന്ന് ഞാനിവിടെ വെച്ചത് 20-10 എനിക്ക് തോന്നുന്നു റബ്ബർ വെച്ചത്. അപ്പം അതിനിടയ്ക്കൂടെ സൗകര്യം പോലെ അങ്ങ് വിൽക്കുക ചെയ്തത്. മഴയാണെങ്കിൽ തിരിച്ചടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫുൾ സപ്പോർട്ട് കൊടുത്ത അമ്മയും സ്മിതയും കൂടെയുണ്ട്. നല്ലൊരു പട്ടിയുണ്ട് അവിടെ. പലതരം ഓർക്കിഡുകളും വളർത്തുന്നുണ്ട്. ആമ്പൽക്കുളമുണ്ട്. വീടിനുള്ളിൽ ഒന്ന് കയറി നോക്കി. വെൽ അറേഞ്ച്ഡ് ആണ് എല്ലാം. സിമ്പിൾ, ഹമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി തോട്ടത്തിലേക്ക് പോയി. റബ്ബർ തൈ വെച്ചിട്ട് 5-8 വർഷമായ തോട്ടം. മരങ്ങൾ 15 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. 4 റബ്ബറിനിടയ്ക്ക് ഒരു കൊക്കോയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കണ്ണിനും മനസ്സിനും ശരീരത്തിനും സുഖം തരുന്ന ഒരു അന്തരീക്ഷമാണ് ഈ തോട്ടത്തിൽ നിലനിൽക്കുന്നത്. ജോസഫിയേട്ടൻ്റെ മകൻ റെയിനി ഞങ്ങളോട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. റബ്ബർ 400 രൂപ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 550 മരമാണ് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന 4 മരത്തിനിടയ്ക്ക് ഒരു കൊക്കോ വെച്ചാൽ ഏതാണ്ട് 450 കൊക്കോകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കൊക്കോ ഇത് 7ാമത്തെ കൊല്ലമാണ്. റബ്ബർ ഇത് വെട്ട് തുടങ്ങിയിട്ട് 3 കൊല്ലമായി. പിന്നെ കൊക്കോയ്ക്ക് ആദായം എന്ന് പറയുന്ന പ്രൊഡോമിനൻ്റ്ലി ഒരു സെപ്റ്റംബർ കാലഘട്ടം തുടങ്ങുന്നതാണ് കിട്ടുന്നത്. കൊക്കോ ഒരു 3-ാം കൊല്ലം ഒരു കായ്ക്കും. 7ാം കൊല്ലമൊക്കെ ഈ കൊല്ലം കൊണ്ടൊക്കെയാണ് മേജർ ഈൽഡ് വരേണ്ടത്.
മൂന്നാം കൊല്ലം 7-ാം കൊല്ലം തൊട്ട് പിന്നെ ഒരു 10-30 കൊല്ലത്തേക്ക് റബ്ബറിൻ്റെ പോലെ തന്നെ കൊക്കോ ഈൽഡ് തരും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് മേജർ കായ എന്ന് പറയുന്നത്. അതോടുകൂടി ഡിസംബറിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മെയ് വരെ കാണും. നമുക്ക് ഇറിഗേഷൻ ഉണ്ട്, ഇതെല്ലാം ഇറിഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ അടുത്ത ഇപ്പം ഞാൻ ഇറിഗേഷൻ നമ്മൾ കൈ കൊണ്ടാണ് ഒഴിക്കുന്നത്. ഇത് തോടാണ്, നമുക്ക് വെള്ളമുണ്ട്. അപ്പം ഇത് കഴിയുമ്പം ഞാൻ ഈ വേനയ്ക്ക് ഞാൻ കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. ആദായം എന്ന് പറയുന്നത് ഈ കൊല്ലം കൊക്കോയ്ക്ക് നല്ല വിലയായിരുന്നു. നമുക്ക് ഈ കൊല്ലം 2.5 ലക്ഷം രൂപയോളം അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ശരാശരി 300 രൂപ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ ഈൽഡ് ഉണ്ടാകുക നമ്മൾ നോക്കുകയും കൈകാര്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു കൊക്കോയിൽ നിന്ന് 1000 രൂപ ഈസി ആയിട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിന് പണിച്ചെലവെന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈൽഡ് എടുക്കുന്ന ചിലവേ ഉള്ളൂ. വളം റബ്ബർ ഇടുന്ന ആ സമയത്ത് തന്നെ ഇടുക. 2 ടൈമായിട്ട് ഇവിടെ ഇടുന്നത്. നമ്മളിപ്പോൾ 1 ഇട്ടു, മെയിലിട്ടു, ഇനി സെപ്റ്റംബറിൽ ഒരു വളം കൂടി ഇടും. നമ്മൾ ഒരു ചെടിക്ക് ഒരു 350 ഗ്രാം എന്ന രീതിയിലാണ് ഇടുന്നത്. റബ്ബറും കൊക്കോയും ഒക്കെ പന്നൽ വേരുകൾ ഉപയോഗിച്ചല്ലേ വളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീഷന് ചാൻസ് ഇല്ലേ? റബ്ബറിന് ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് റബ്ബറിന് ഇച്ചിരി ആദായം കൂടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കോയുടെ തണുപ്പല്ലേ, വേനലാകുമ്പോഴത്തേക്കും ഈ തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെട്ട് കുറേ കൂടെ കിട്ടും. റബ്ബറിനിടയിലെ കൊക്കോ കൃഷിയെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇടവിളയല്ലേ, നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാവുന്നല്ലേ. ഇതിൽ നിന്ന് എന്ത് കിട്ടിയാലും ലാഭമാണ്. റബ്ബറിൻ്റെ ഈൽഡ് കുറയുന്നുമില്ല, റബ്ബറിൻ്റെ പിന്നെ ആദായം കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിലൊരു ഇടവള. പിന്നെ ഇത് ചെയ്താൽ ഇത് ഒന്നും നോക്കാതെ പറ്റിയല്ല. ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ടും നോക്കണം. കൊക്കോയെ പറ്റി പറയാനാണെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ, ഫുൾ ടൈം കർഷകനാണെങ്കിൽ തന്നെ നോക്കാം. ഒരാളുടെയും സഹായം ആവശ്യമില്ല ഈൽഡ് എടുക്കാനും ഒന്നും. പക്ഷെ റബ്ബറാണെങ്കിൽ വീട്ടുകാരൻ്റെ സഹായം ആവശ്യമുണ്ട്. ആ സ്ഥാനത്ത് ഫുൾ ടൈം കർഷകനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കർഷകനാകാം. അത് തന്നെ. ഈ റബ്ബർ വെച്ചിട്ട് എത്ര വർഷമായപ്പോഴാണ് കൊക്കോ വെച്ചത്? നമുക്ക് 2 തോട്ടമല്ലേ ഉള്ളത്. ഈ തോട്ടത്തിൽ നമ്മൾ റബ്ബർ വെച്ച് 7-ാം കൊല്ലമാണ് നമ്മൾ 7-ാം കൊല്ലം 5-ാം കൊല്ലമാണ്. അവിടെ വെട്ട് തുടങ്ങി ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ നമുക്കുള്ളത് 1200 റബ്ബറും 1000 കൊക്കോയും. പിന്നെ ഒരു തോട്ടം കൂടി ഉണ്ട്, അത് ഞങ്ങളിപ്പോൾ റീപ്ലാന്റ് ചെയ്യില്ല. ഇതൊരു വൻ വിജയമാണെന്ന് നമുക്ക് പറയാം. കർഷകനെ സംബന്ധിച്ചോളം വിജയമാണ്. അതായത് അഡീഷണൽ ഒരു ആദായം കൂടെ കിട്ടും. നമ്മൾ പണിയെടുക്കണം, അതേ ഉള്ളൂ. കൃഷി ആകത്തുകയായിട്ട് ഇപ്പം നമുക്കൊരു വൻ വിജയം എന്ന് പറയാനില്ലല്ലോ. പക്ഷേ കൃഷിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇത് ശരിക്കും ഒരു ഗുണമാണ്, ഈ ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഈ കൊക്കോ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എല്ലാം ഇടവിളയ്ക്ക് നല്ലതാണ്. ഈ റബ്ബർ തോട്ടം കൊക്കോ കൃഷി ഇടകൃഷിയുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. റബ്ബർ കൃഷി നഷ്ടമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പാട്ട് പാടുന്നുണ്ടെങ്കിലും എങ്ങനെ ആദായം കൂട്ടാമെന്ന് ശ്രദ്ധിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് കൃഷിക്ക് കൊടുക്കുന്ന ശ്രദ്ധ തന്നെ റബ്ബറിന് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അതിനിടയ്ക്കുള്ള കൊക്കോയ്ക്കും വേണ്ട വളപ്രയോഗമെല്ലാം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ഉണ്ടാക്കാൻ സാധിക്കും. റബ്ബറിനോടൊപ്പം തന്നെ കൊക്കോയ്ക്കും വേണ്ട വളവും തുരിശും അതുപോലെ തന്നെ സൾഫർ ടെസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ ശരിയായി ആദായം ലഭിക്കുകയുള്ളൂ. ജോസഫ് ഏട്ടനോടും ഫാമിലിയോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മടക്കയാത്ര തിരിച്ചു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.